ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ലെക്ചറിൽ ലേസർ എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വാട്ട് ആർ ദ പ്രോസസ്സസ് ബിഹൈൻഡ് ദി ലേസർ നമ്മൾ സ്റ്റഡി ചെയ്തു. ജസ്റ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. സ്റ്റിമുലേറ്റഡ് എമിഷൻ മുന്നേ സ്പോണ്ടേനിയസ് അബ്സോർപ്ഷൻ, spontaneous emission, then stimulated emission. Laser is the acronym of light amplification by stimulated emission of radiation. Okay, we know that any atomic system that is characterized by discrete energy levels, ground state ne namukku E1 എന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റ്സിനെ E2 എന്നും പറയാം. ഗ്രൗണ്ട് സ്റ്റേറ്റിനെ നോർമൽ സ്റ്റേറ്റ് എന്നും കൂടി പറയും. An atom in the lower energy states may be excited to the higher energy states by different process. That process is known as pumping. And one method to excite this atom from lower energy states to the higher energy states, that is collision with other particles. In spontaneous absorption, the atom in the lower energy states may excited to the higher energy states due to the absorption of the photon of energy. ശ്രദ്ധിക്കേണ്ട കാര്യം, the photon of energy is equal to E2 minus E1. എപ്പോഴാണോ നമ്മൾ ആറ്റം അബ്സോർബ് ചെയ്യുന്ന എനർജി ഹയർ എനർജി സ്റ്റേറ്റ്സിൻ്റെയും ലോവർ എനർജി സ്റ്റേറ്റ്സിൻ്റെയും എനർജി ഡിഫറൻസിന് ഈക്വൽ ആവുന്നത്, ആ ഒരു സന്ദർഭത്തിൽ ആറ്റം ഇൻ ദ നോർമൽ സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് ആറ്റംസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് മേ എക്സൈറ്റ് ടു ദി higher energy states. That is simply the absorption. And then what about the emission? We know that atom in the higher energy states, they have very little lifetime. That is depending upon the nature of the atom. So the atom may de-excite to the lower energy states. ആറ്റം അതിൻ്റെ എനർജി ലൂസ് ചെയ്ത് ലോവർ എനർജി സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചെത്തുന്നു. എനർജി എങ്ങനെയൊക്കെ ലൂസ് ചെയ്ത് കളയാം? അത് ഹീറ്റായിട്ട് കളയാം, അല്ലെങ്കിൽ റേഡിയേഷനായിട്ട് കളയാം. അതായത് റേഡിയേറ്റീവ് പ്രോസസ്സുണ്ട്, അതേപോലെ തന്നെ നോൺ റേഡിയേറ്റീവ് പ്രോസസ്സുണ്ട്. റേഡിയേറ്റീവ് പ്രോസസ്സാണ് ലേസറിൻ്റെ ആക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. നോൺ റേഡിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹീറ്റ് വരാം, അല്ലെങ്കിൽ അതിൻ്റെ എനർജി തൊട്ടടുത്തുള്ള ലാറ്റിസിലേക്ക് ഷെയർ ചെയ്യാം. അതിനെയൊക്കെ നമുക്ക് നോൺ റേഡിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റേഡിയേറ്റീവ് പ്രോസസ്സാണ്. സപ്പോസ് ദ ആറ്റം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ലിബറേറ്റ് ഇറ്റ്സ് എനർജി ബൈ ഇറ്റ്സ് ഓൺ വിത്ത് എമിഷൻ ഓഫ് ദി ഫോട്ടോൺ ഓഫ് എനർജി H. അതിനെ നമ്മൾ സിംപ്ലി അബ്സോർപ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് അബ്സോർപ്ഷൻ എന്നോ അല്ലെങ്കിൽ സിംപ്ലി അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. ഇനി ആ സ്ഥാനത്ത് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആറ്റവും ഒരേ സമയത്ത് ഡീഎക്സൈറ്റ് ചെയ്യപ്പെടില്ല. ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ എനർജി ലൂസ് ചെയ്യുന്നു. സപ്പോസ് ഒരു ആറ്റം എനർജി ലൂസ് ചെയ്യുമ്പോൾ ഒരു നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു, അടുത്ത ആറ്റം എനർജി ലൂസ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ ഓഫ് ആറ്റംസ് ലൂസ് ചെയ്യുന്നു. തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ, തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ എനർജിയും അടുത്ത ആറ്റത്തിൻ്റെ എനർജിയും, അല്ലെങ്കിൽ അതായത് ആ രണ്ട് സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അതായത് അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ അബ്സോർപ്ഷനും എമിഷനും, അതായത് അപ്വേർഡ് ട്രാൻസിഷനും ഡൗൺവേർഡ് ട്രാൻസിഷനും സെയിം ആയിരിക്കണം. That is in the thermal equilibrium. Under the condition of thermal equilibrium, that is upward transition that is equal to
ദ ഡൗൺവേർഡ് ട്രാൻസിഷൻ. അപ്പോൾ എല്ലാ ആറ്റവും ഒരേപോലെ എനർജി ലൂസ് ചെയ്യില്ല. അപ്പോൾ മറ്റൊരു ടൈപ്പ് ഇതിനെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ദി എക്സ്റ്റേണൽ ഫ്ലുവൻസ്, അതായത് എക്സ്റ്റേണലായിട്ട് ഒരു ഒപ്റ്റിക്കൽ മീഡിയോ ഇല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഒരു ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ദ ആറ്റം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് മേ ഡീഎക്സൈറ്റ് ടു ദി ലോവർ എനർജി സ്റ്റേറ്റ്സ് in the presence of the external field. So there is chances of the two photon emission, that is 2 photons, 2 hν, liberation of the 2 hν, that is the stimulation emission. So the emission of the photons in the presence of the external fluence. So the atom in the excited states may be induced to the emit transitions by an incident signal of proper frequency, that is stimulated emission. സ്വാഭാവികമായും നമുക്കറിയാം, സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. കൊടുക്കുന്ന ഏതാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ദെൻ ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഉള്ളത് ഫോർ ദ കേസ് ഓഫ് ദി stimulated emission. Now we are going to discuss about what are the main components. Any laser device has 3 main components. One is active medium. And the second one is pumping source. And the third one is optical resonator. ഈ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ആക്റ്റീവ് മീഡിയം. ആക്റ്റീവ് മീഡിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ദ മീഡിയം നെസസറി ഫോർ ദി ലേസർ ആക്ഷൻ. ഓക്കെ, ആക്റ്റീവ് മീഡിയം is also known as amplifying medium. Amplifying medium. This active medium consists of collection of atoms, molecules or ions. Suppose ഒരു മീഡിയം അത് എന്തു ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത്, അത് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, അല്ലെങ്കിൽ അത് സപ്പോസ് ഗേഷ്യസ് ഫോമിലും ആകാം. സപ്പോസ് ഇതാണ് ഒരു മീഡിയം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദി ആക്റ്റീവ് മീഡിയം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഒരു ഇൻപുട്ട് വേവ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്? ഇതൊരു ലേസർ ആക്ഷൻ ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടതെങ്കിൽ സ്വാഭാവികമായും നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ആംപ്ലിഫൈഡ് ആയിരിക്കണം. കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാളും കൂടുതൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് വേവ്. ദാറ്റ് ഈസ് ആക്റ്റീവ് മീഡിയം ഓർ ആംപ്ലിഫൈങ് മീഡിയം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് ആറ്റംസ് ആണ്, അല്ലെങ്കിൽ അയൺസ് ആകാം, അല്ലെങ്കിൽ മോളിക്യൂൾസും ആകാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ വി ഹാവ് ചൂസ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. The important thing is that all the atoms, they are different in nature. സപ്പോസ് ഒരാറ്റം എക്സൈറ്റ് ചെയ്യുമ്പോൾ
അതിൻ്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ അത് ഡീഎക്സൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആയിരിക്കില്ല തൊട്ടടുത്തുള്ള ആറ്റത്തിൻ്റെ ഡീഎക്സൈറ്റേഷൻ നേച്ചർ എന്ന് പറയുന്നത്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്തുള്ള എല്ലാ ആറ്റവും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വേവിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആറ്റത്തിനെ നമ്മൾക്ക് ആക്റ്റീവ് സെൻറ്റേഴ്സ് എന്ന് പറയാം. ആക്റ്റീവ് സെൻറ്റേഴ്സ്. അപ്പോൾ മറ്റ് ആറ്റംസ് ഡെഫിനറ്റ്ലി ദേ ആർ ഹോസ്റ്റ്. So we can call the atoms, they are active in amplifying the input wave. They are called active centers, and those are the atoms that supports the active centers. That is, they are not active centers, they support the active centers, so they are the host. The main objective of these host atoms, they support the active centers. So the medium hosting the active centers, we call it as active medium or amplifying medium. Active medium or amplifying medium. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആറ്റം എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്, അതിന് ചെറിയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എപ്പോഴാണ് ആ ഒരു ആറ്റം ഇൻപുട്ട് വേവിനെ അബ്സോർബ് ചെയ്ത് നമ്മൾക്ക് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നത്, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് വേവ് കിട്ടുന്നത്, ആ ആറ്റത്തിന് നമുക്ക് ആക്റ്റീവ് സെൻറ്റേഴ്സ് എന്ന് പറയാം. ഈ ഒരു ആറ്റം ആക്റ്റീവ് സെൻറ്റർ ആകാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ പറയാം. Atom that must be in the condition of population inversion. Population inversion ആ ഒരു പേരൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോപ്പുലേഷൻ ഇൻവേർഷൻ. ഓക്കെ, പോപ്പുലേഷൻ എന്താണെന്നറിയാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ 2 എനർജി ലെവൽസ് വരയ്ക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു എനർജി ലെവലാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. എപ്പോഴും എല്ലാ ആറ്റത്തിനും ഇതേപോലെ 2 എനർജി ലെവലാണെന്ന് കൺസിഡർ ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് സ്റ്റഡി ചെയ്യുന്നത് മാത്രം. E1 E2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോപ്പുലേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. പോപ്പുലേഷൻ മീൻസ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം. സപ്പോസ് N1 be the number of atoms per unit volume, or N1 be the population in the lower energy states, and N2 be the population in the higher energy states. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷനെ ഇൻവേർട്ട് ചെയ്യുക. പിന്നെ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സ്റ്റേറ്റിൽ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ്സിലായിരിക്കും കൂടുതൽ, നോർമൽ കണ്ടീഷനിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ ആറ്റംസ് റിസൈഡ് ചെയ്യുന്നത്. സോ ദ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് റിസൈഡ്സ് ഇൻ ദ ലോവർ എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഇൻ ദി ഹയർ എനർജി സ്റ്റേറ്റ്സ്. N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു ആറ്റം ലോവർ എനർജി സ്റ്റേറ്റ്സിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു. സ്വാഭാവികമായും നമ്പർ ഓഫ് ആറ്റംസ് കൂടുതൽ വേണ്ടത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തൊട്ടടുത്ത ഹയർ എനർജി സ്റ്റേറ്റ്സിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ number of atoms in the lower energy states that is greater than higher energy states. സാധാരണഗതിയിൽ ഒരാറ്റത്തിനെ നമുക്ക് എക്സൈറ്റ് ചെയ്യാനുള്ള എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിനെ നമുക്കൊരു ചെറിയൊരു ഹീറ്റ് കൊടുക്കുക. ഹീറ്റ് കൊടുക്കുമ്പോൾ
ആറ്റം ഒന്ന് എക്സൈറ്റ് ചെയ്യപ്പെടും. പക്ഷേ ബോൾട്ട്സ്മാൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാം N1 ഡിവൈഡഡ് ബൈ N2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ KT, KBT. KB means Boltzmann constant. So from this equation it is clear that for any positive values E2 is greater than E1. For any positive value E2 is greater than E1. So definitely from this equation it is clear that N2 is less than N1. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ആറ്റംസ് എക്സൈറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ കുറവാണ്. പക്ഷെ അവിടെ എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? സ്വാഭാവികമായും ഒരു മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആറ്റംസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ആറ്റത്തിൻ്റെ ആവറേജ് എനർജി അവിടെ ബൂസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഹീറ്റിംഗ് ദ മെറ്റീരിയൽ ഓൺലി ഇൻക്രീസസ് ദി ആവറേജ് എനർജി ഓഫ് ദ ആറ്റംസ്. ഇറ്റ് ഡസ് നോട്ട് മേക്ക് N2 is greater than N1. N2ൻ്റെ നമ്പർ, അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഹയർ എനർജി സ്റ്റേറ്റ്സിനെ കൂട്ടുന്നില്ല. എന്തിനാണ് നമ്മൾ അവിടെ കൂട്ടാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആറ്റംസ് കൂടുതൽ ഹയർ എനർജി സ്റ്റേറ്റ്സിൽ ഇരുന്നാൽ മാത്രമേ ആറ്റംസ് അത് എനർജീനെ ലിബറേറ്റ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പോകുന്നു. സ്വാഭാവികമായും നമ്മൾക്ക് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നു. സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് കൊഹറൻ്റ് ആയിരിക്കും, മോണോക്രോമാറ്റിക് ആയിരിക്കും. അപ്പോൾ ഒരു കാസ്കേഡഡ് പ്രോസസ്സ്, കാസ്കേഡഡ് എമിഷൻ ഓഫ് ലൈറ്റ് നടക്കണമെങ്കിൽ ഒറ്റ മെത്തേഡുള്ളൂ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഹയർ എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ലോവർ എനർജി സ്റ്റേറ്റ്സ്. അതിനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കി. നോർമൽ സ്റ്റേറ്റ്സിൽ number of atoms in the lower energy states that is greater than number of atoms in the higher energy states. അപ്പോൾ ഹീറ്റ് കൊടുക്കാൻ നമ്മൾ വിചാരിച്ചു, പക്ഷേ ഹീറ്റ് കൊടുത്താലും അതിൻ്റെ ആവറേജ് എനർജി മാത്രമേ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. എക്സൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സപ്പോസ് ആറ്റംസ് ലോവർ എനർജി സ്റ്റേറ്റ്സിലാണ്, അത് എനർജി അബ്സോർബ് ചെയ്യുന്നു. എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ എനർജി ഈ രണ്ട് എനർജി ഡിഫറൻസിന് ഈക്വൽ ആകുന്നത്, അപ്പോൾ ആറ്റം എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. എവിടെ നിന്ന്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റ്സിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, suppose atoms in the higher energy states de-excite into the lower states. In between ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെന്നൊന്ന് കൺസിഡർ ചെയ്യാം. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അടുത്ത ലെക്ചറിൽ പറഞ്ഞു തരാം. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, ആറ്റംസ് ഡി-എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് ഫോട്ടോൺ ഓഫ് എനർജി എച്ച് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിനെ നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നു. ദ എക്സസ് ഓഫ് എനർജി, ഇവിടെ ഉണ്ടാകുന്ന ഒരു എനർജി ഡിഫറൻസ് സാധാരണഗതിയിൽ അതൊരു കൈനറ്റിക് എനർജി ഓഫ് ആറ്റംസ് ആയിട്ടാണ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇവിടെയുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഓരോ പ്രാവശ്യം എക്സൈറ്റ് ചെയ്യുന്നു, പിന്നെ ഡി എക്സൈറ്റ് ചെയ്യുന്നു. നമ്മൾക്ക് ഈ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലെ ആറ്റത്തിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെയാണ് ഇതൊരു ഡി എക്സൈറ്റേഷൻ ഇവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so the metastable states, that is the atom that can be excited to higher energy level by supplying energy. Normally
the excited states have short lifetime and release their excess energy by spontaneous emission. So definitely it is clear that the atoms, they have no lifetime they have much lifetime in the excited states. കൂടുതൽ നേരം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ സാധിക്കില്ല, അത് അതിൻ്റെ എനർജീനെ ലിബറേറ്റ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ പമ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുക്കുന്നു. സ്വാഭാവികമായും ആറ്റംസ് കൂടുതലും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിനകത്ത് കൂടുതൽ ആറ്റംസ്, ചിലപ്പോൾ അത് സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്ന കുറച്ച് ആറ്റംസ് ഉണ്ടാകാം, സ്റ്റിമുലേറ്റഡ് എമിഷന് കേപ്പബിൾ ആയിട്ടുള്ള ആറ്റംസ് ഉണ്ടാകാം. സോ മെനി ഓഫ് ദം റാപ്പിഡ്ലി അണ്ടർഗോ ദ സ്പോണ്ടേനിയസ് ട്രാൻസിഷൻസ്. അപ്പോൾ ആ ഒരു സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മൾ ഉദ്ദേശിച്ച പോപ്പുലേഷൻ ഇൻവേർഷൻ അവിടെ അച്ചീവ് ചെയ്യില്ല. സോ പോപ്പുലേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ആറ്റംസ്, ഈ പമ്പിങ് വരുമ്പോൾ കൂടുതൽ ആറ്റംസ് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ കൂടുതൽ ആറ്റംസ് അവിടെ നിൽക്കണം. എങ്കിൽ കുറേ ആറ്റംസ് അത് ഡീഎക്സൈറ്റ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണം കൂടി വരില്ല. നമ്മളിവിടെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ എനർജി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സോ ഫോർ അച്ചീവിങ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ, the excited atoms are required to wait at the upper level. ഇതുവരെയും പോകാം. അതിന് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കാൻ വേണ്ടി എത്രമാത്രം ആറ്റംസ് അവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടണോ അത്രമാത്രം നേരം അതവിടെ നിൽക്കണം. Thus, what we need a level which has longer lifetime. Longer lifetime ഉള്ള ഒരു ലെവൽ വേണം. സോ അങ്ങനെയുള്ളൊരു ലെവലിനെയാണ് ഇവിടെ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ആറ്റംസ് കൂടുതൽ നേരം തങ്ങി നിൽക്കും. സോ വാട്ട് ഹാപ്പൻ? The lower and upper levels from where an excited atoms does not return to the ground states. സോ ഒരു ഏകദേശം ഒരു 10⁻⁻6 മുതൽ 10⁻³ സെക്കൻഡ് വരെയൊക്കെ ആറ്റത്തിന് ഈ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സിൽ റിസൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ കൂടുതൽ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ടു അക്യുമുലേറ്റ് ഇൻ ദി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ്. ഇനി ഈ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സിൽ ആറ്റംസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ എനർജി ലിബറേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇവിടെ നമ്മൾക്ക് ഒരു ലേസർ ആക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു കാസ്കേഡഡ് പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ലൈറ്റാണ് അവിടെ സാധ്യമാകുന്നത്. ഇപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രോസസ്സ് നടക്കില്ല. അവിടെ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റിന് സ്വാഭാവികമായും നമ്മൾ പറയുന്നു അതിന് ലൈഫ് ടൈം കുറവാണ്. ആറ്റംസ് പെട്ടെന്ന് അത് ഡീഎക്സൈറ്റ് ചെയ്യപ്പെടുന്നു. സോ വി നീഡ് എ ലെവൽ വിച്ച് ഹാസ് ലോങ്ങർ ലൈഫ് ടൈം. അതിന് നമുക്ക് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയാം. So in between these metastable states and ground states there is laser action occurs. There is the possibility for the laser action. Okay, അപ്പോൾ നമ്മൾ ആക്റ്റീവ് മീഡിയം എന്താണെന്ന് നോക്കി. ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്ന് നോക്കി. ആക്റ്റീവ് മീഡിയം എന്ന് പറയുമ്പോൾ the medium that is capable for giving the amplified output wave. It is the group of the or collection of the atoms, molecules or ions.
whether we have choose solid, liquid or gas. That medium is known as active medium or amplifying medium. Only one condition is that in active medium the atom must be in population inversion. Okay, ഇതെല്ലാം ഈ മൂന്ന് കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞു. ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ ചെയ്യാൻ വേണ്ടി, അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് കൂട്ടണം. അപ്പോൾ കൂട്ടാനുള്ള ഒരു മെത്തേഡ് ഞാനിവിടെ ഇൻഡയറക്റ്റ്ലി ഒന്ന് പറഞ്ഞു. ലൈറ്റ് വെച്ച് ബൂസ്റ്റ് ചെയ്യിപ്പിച്ചു. ആ ഒരു മെത്തേഡിനെ നമുക്ക് പമ്പിങ് എന്ന് പറയാം. പമ്പിങ്. ഓക്കെ, ഇനി ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഈ ഒരു പമ്പ് ചെയ്യാൻ സാധിക്കും? ലോവർ എനർജി സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിനെ ഹയർ എനർജി സ്റ്റേറ്റ്സിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ പമ്പിങ് യൂസ് ചെയ്യുന്നു. ഇനി വാട്ട് ആർ ദ സ്കീംസ്, ഡിഫറെൻറ്റ് സ്കീംസ്, ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിക്കൽ പമ്പിങ്. ഒപ്റ്റിക്കൽ പമ്പിങ്, ലൈറ്റ് ഉപയോഗിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റ്സിലായിരിക്കുന്ന ആറ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പമ്പിങ്. ഇലക്ട്രിക്കൽ പമ്പിങ്. മൂന്നാമത്തത് ഇൻ ഇലാസ്റ്റിക് ആറ്റം ആറ്റം കൊളീഷൻ, ദാറ്റ് ഈസ് ബൈ കൊളീഷൻ. അടുത്തത് കെമിക്കൽ പമ്പിങ്. ഇതിനകത്ത് ഏത് പമ്പിങ് യൂസ് ചെയ്യണം എന്നത് നമ്മൾ ഏതാണ് ലേസറുമായിട്ട് ആക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആക്റ്റീവ് മീഡിയം ഏതാണോ അതിനനുസരിച്ചിട്ടാണ് ഏത് പമ്പിങ് ആണോ നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സാധാരണഗതിയിൽ ഒപ്റ്റിക്കൽ പമ്പിങ്, അതായത് ഇൻ ദിസ് മെത്തേഡ് വി ഹാവ് യൂസ്ഡ് ഫോട്ടോൺസ്. ഇൻസിഡൻറ്റ് ലൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫോട്ടോൺസ് ആയിരിക്കും, ദാറ്റ് ഈസ് യൂസ് ടു എക്സൈറ്റ് ദി ആറ്റംസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ്. ഒരു ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചോ, ഫ്ലാഷ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു മീഡിയത്തിനെ, ആക്റ്റീവ് മീഡിയത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കേസ് സാധാരണഗതിയിൽ റൂബി ലേസർ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂബി ലേസറിൽ ഉപയോഗിച്ചിരിക്കുന്ന പമ്പിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലാഷ് ഡിസ്ചാർജ് ട്യൂബ്. സോ ദാറ്റ് ഈസ് യൂസ് ടു ഇലുമിനേറ്റ് ദ ലേസർ ബീം. അപ്പോൾ കണ്ടിന്യൂസ്ലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റൂബി ലേസറിൻ്റെ കേസിൽ ഫ്ലാഷ് ഡിസ്ചാർജ് ട്യൂബ്, അതിനകത്ത് ഒരു ചാർജ് ആവുമ്പോൾ ഒരു ചെറിയൊരു ബൂസ്റ്റിംഗ് നടക്കും. സ്വാഭാവികമായും ഇവിടെ നമുക്ക് ഒരു ലേസർ ഔട്ട്പുട്ട് കിട്ടും. ചാർജിങ് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ ഒരു ഡിസ്ചാർജിങ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടില്ല. പിന്നെ വീണ്ടും അത് ചാർജിങ് ആകുമ്പോൾ അത് ഒരു മെക്കാനിസം ഉണ്ട് ഇതിനകത്ത്. റൂബി ലേസറിൻ്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിലബസിലുണ്ടെങ്കിൽ അത് നമുക്ക് കവർ ചെയ്യാം. ഓരോ ചാർജിങ്ങിനും നമുക്ക് ഓരോ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും റൂബി ലേസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഒരു സ്പൈക്കി ഔട്ട്പുട്ടായിരിക്കും. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ലിക്വിഡ് ട്യൂണബിൾ ഡൈ ലേസർ, ലിക്വിഡ് ട്യൂണബിൾ ഡൈ ലേസർ, ഇതിലും ഒപ്റ്റിക്കൽ പമ്പിങ് യൂസ് ചെയ്ത് ആറ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഡൈ ലേസർ എന്ന് പറയുമ്പോൾ ഏത് ഡൈ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരും. സപ്പോസ് വേണമെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള, അതൊരു 532 വേവ് ലെങ്ത്തിലുള്ള ഒരു ലൈറ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കത് ബൂസ്റ്റ് ചെയ്യാം.
പക്ഷേ ഒരു ബ്രാൻഡ് ഒരു ബ്രോഡ് ഓഫ് വേവ് ലെങ്ത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ ആറ്റം ഏതാണ് അബ്സോർബ് ചെയ്യുന്നത് എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഒപ്റ്റിക്കൽ പമ്പിങ്ങിൻ്റെ ഒരു മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സപ്പോസ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഡൈ എന്ന് പറഞ്ഞത് 532 വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ഡൈ ആണെങ്കിൽ, അപ്പോൾ 532-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് ഉള്ള ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്, അങ്ങനെയും ചെയ്യാറുണ്ട്, പക്ഷേ അതിനേക്കാൾ നല്ലത് ഒരു വൈഡ് റേഞ്ചുള്ള ഒരു സോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു ലാർജ് പോർഷൻ ഓഫ് ദി ആറ്റംസ് എക്സൈറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ മജോറിറ്റി ഓഫ് ദ കേസസിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ സിംഗിൾ വേവ് ലെങ്ത് യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ പമ്പിങ്ങും ഉണ്ട്, എങ്കിലും മജോറിറ്റി ഒരു വൈഡ് റേഞ്ച് ഓഫ് ദി വേവ് ലെങ്ത് ഉള്ള ഒരു ബ്രോഡ് ഒപ്റ്റിക്കൽ സോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെനിഫിഷ്യൽ. ഓക്കെ, അതേപോലെ മറ്റൊരു മെത്തേഡാണ് ഇലക്ട്രിക്കൽ പമ്പിങ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ പമ്പിങ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ആക്റ്റീവ് ആയിട്ടുള്ള മീഡിയം, അതിനെയാണ് നമ്മൾ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. മറ്റൊരു വേർഡിൽ നമുക്ക് പറയാം, അതിനെ നമുക്കൊരു ലേസർ മീഡിയം എന്ന് പറയാം. കാരണം പോപ്പുലേഷൻ ഇൻവേർഷൻ ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മീഡിയം സിറ്റുവേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ അതിൽ നിന്നും ലേസർ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്കതിനെ ലേസർ മീഡിയം എന്ന് പറയാം. ആ ഒരു മീഡിയത്തിനെ നമ്മൾ ഇലക്ട്രോൺ ബീമിൻ്റെ പ്രസൻസിൽ വയ്ക്കുന്നു. സോ ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ദെയർ എനർജി ടു ദി ആറ്റംസ് ബൈ കൊളീഷൻ. ഇലക്ട്രോൺ ആറ്റം കൊളീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോൺ ആറ്റം കൊളീഷൻ അതുവഴി അത് അതിൻ്റെ എനർജി ഷെയർ ചെയ്ത് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് ആർഗൺ ലേസറിലാണ് ആക്റ്റീവായിട്ടുള്ളത്. പിന്നെ മറ്റൊരു മെത്തേഡാണ് കൊളീഷൻ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ആറ്റം കൊളീഷനാണ്. ഇലക്ട്രിക്കൽ പമ്പിങ്ങിൽ ഇലക്ട്രോൺ ആറ്റം കൊളീഷൻ ആണെങ്കിൽ ഈ ഒരു കൊളീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആറ്റം കൊളീഷനാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആറ്റം കൊളീഷൻ. അപ്പോൾ ഇവിടെ ആറ്റം എങ്ങനെ എക്സൈറ്റ് ചെയ്യാം? ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇലാസ്റ്റിക് കൊളീഷൻ അച്ചീവ് ചെയ്യാം. എനിവേ there occurs transfer of energy. ഓക്കെ, മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ പമ്പിംഗ് ആണ്. കെമിക്കൽ പമ്പിംഗ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഹീറ്റാണ് ദാറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ പമ്പിങ് ദിസ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആൻഡ് ലേസർ. ഓക്കെ, ഇവിടെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റാണ് ഇവിടെ ബൂസ്റ്റ് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ. ഒപ്റ്റിക്കൽ റെസൊണേറ്റർ. ഇനി ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാം. നമ്മൾ പറഞ്ഞു ആക്റ്റീവ് മീഡിയം പറഞ്ഞു. ആക്റ്റീവ് മീഡിയം ഇതിലുള്ള ആറ്റംസ് എന്ന് പറഞ്ഞത് പോപ്പുലേഷൻ ഇൻവേർഷൻ കേപ്പബിൾ ആയിട്ടുള്ള ആറ്റംസ് ആണ്. ദാറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ. അങ്ങനെയൊരു പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ആക്കാനുള്ള ഒരു മീഡിയം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് പമ്പിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പമ്പിങ് മെക്കാനിസം പ്രൊവൈഡ്സ് ഫോർ ഒബ്റ്റെയിനിങ് ദി പോപ്പുലേഷൻ ഇൻവേർഷൻ. സപ്പോസ്
ഈ ഒരു ആക്റ്റീവ് മീഡിയം, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. ആക്റ്റീവ് മീഡിയം. Suppose the active medium, keep it in mind that this active medium that must be in the state of population inversion. Okay, when this active medium that is placed between the optical resonator, ഒരു ഒപ്റ്റിക്കൽ റെസനേറ്ററിൻ്റെ ഇടയിൽ വയ്ക്കുക. ഇനി ഒപ്റ്റിക്കൽ റെസനേറ്ററിൻ്റെ ഇടയിൽ വയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂടുതൽ കോംപ്ലിക്കേഷനൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഒരു മിററിൻ്റെ ഇടയിൽ വയ്ക്കുന്നു. M1, M2. So, when the active medium that must be in the population inversion is placed inside the optical resonator, എന്ത് സംഭവിക്കും? സപ്പോസ് ആക്റ്റീവ് മീഡിയം പോപ്പുലേഷൻ ഇൻവേർഷൻ ആണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾക്ക് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടി. ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിനെ രണ്ട് മിററിൻ്റെ ഇടയിൽ വയ്ക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ഈ ഒരു മിററിൽ ഹിറ്റ് ചെയ്യുന്നു. സപ്പോസ് ഈ ഒരു മിററിന് 100% റിഫ്ലക്റ്റിവിറ്റി ഉണ്ട്, ഇവിടെയും 100% റിഫ്ലക്റ്റിവിറ്റി ഉണ്ട് എന്ന് കരുതുക. അതായത് കംപ്ലീറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഈ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ ഒരു റിഫ്ലക്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ നമുക്കിതിനെ മറ്റൊരു തരത്തിൽ പറയാം. ദി സിസ്റ്റം ആക്ട് ആസ് ആൻ ഓസിലേറ്റർ. സിസ്റ്റം ആക്ട് ആസ് ആൻ ഓസിലേറ്റർ. As already mentioned that the medium which is in the state of population inversion that is capable of amplification. ഇനി അതിനെ ഒരു ഓസിലേറ്ററാക്കി മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി തിരിച്ചു പറയുവാണ്. സപ്പോസ് ഇതിനെ നമ്മളൊരു ഓസിലേറ്ററാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? Definitely we are placed this active medium that is in the state of population inversion is placed between the mirrors, അല്ലെങ്കിൽ between in the optical resonator, that is placed in the optical resonator. So a part of the output energy must be fed back into the system. Such a feedback is done by placing the active medium between the pair of mirrors. ആ മിറർ എന്ന് പറയുന്നത് പ്ലെയിൻ ആകാം, അല്ലെങ്കിൽ കർവ്ഡ് ആകാം, കർവ്ഡ് മിറേഴ്സ് ആകാം. രണ്ടും ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ റെസണേറ്റർ എന്ന് പറയുന്നത്. റെസണേറ്റർ. ഓക്കെ, പ്ലെയിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്കൊരു പ്ലെയിൻ മിറർ റെസണേറ്റർ എന്ന് പറയാം. കർവ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു കോൺഫോക്കൽ റെസണേറ്റർ എന്ന് പറയാം. പ്ലെയിൻ മിറർ റെസണേറ്ററിനെ ഫാബ്രിപെററ്റ് റെസണേറ്റർ എന്ന് പറയാറുണ്ട്. ഫാബ്രിപെററ്റ് റെസണേറ്റർ. പ്ലെയിൻ. കർവ്ഡ് ആണെങ്കിൽ അതിനെ നമുക്ക് കോൺഫോക്കൽ റെസണേറ്റർ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകേണ്ടതാണ്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞു, ഇറ്റ് ആക്ട് ആസ് ആൻ ഓസിലേറ്റർ. സോ ദ ഔട്ട്പുട്ട് ലൈറ്റ് ദാറ്റ് ഈസ് ഫെഡ് ബാക്ക് ടു ദി സിസ്റ്റം. ഇവിടെ ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇൻസിഡൻറ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഓസിലേഷൻസ് ആണ് നടക്കുന്നത്. അതൊരു ഓസിലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കയ്യിൽ ഒരു ആക്റ്റീവ് മീഡിയം ഉണ്ട്,
ആക്റ്റീവ് മീഡിയം പോപ്പുലേഷൻ ഇൻവേർഷനിലാണ് നിൽക്കുന്നത്. ആ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആക്റ്റീവ് മീഡിയത്തിന് ചില പമ്പിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഒപ്റ്റിക്കൽ ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ചിലപ്പോൾ എനിക്ക് സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ പമ്പിങ് ആക്കാം, കെമിക്കൽ പമ്പിങ് ആക്കാം, ഇലക്ട്രിക്കൽ പമ്പിങ് ആക്കാം. അത് അല്ലെങ്കിൽ കൊളീഷൻ മെത്തേഡും എനിക്ക് യൂസ് ചെയ്ത് അതിനകത്തുള്ള ആറ്റത്തിനെ പോപ്പുലേഷൻ ഇൻവേർഷൻ കണ്ടീഷനിലേക്ക് എനിക്ക് എത്തിച്ചു ചേരാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്റ്റീവ് മീഡിയം when I place that is active medium in between the mirrors, in between the two faced mirrors, that may be plane, that may be curved, what happens? Definitely it act as an oscillator. Keep it in mind that here I said this is 100% reflectivity. 100% റിഫ്ലക്റ്റിവിറ്റി വന്നെങ്കിൽ കംപ്ലീറ്റ് ഇതിനെയാണ് നമ്മൾ ഒരു ലേസർ എന്ന് പറയുന്നതെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും? ഇവിടെ നിന്ന് ഈ ഒരു മീഡിയം ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇൻസിഡൻറ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് 100% റിഫ്ലക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഔട്ട്പുട്ട് കിട്ടുമോ? ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഈ ഒരു മിററിൽ നിന്നും കുറച്ച് എമൗണ്ട് ഓഫ് എനർജി, ഹൈലി മോണോക്രോമാറ്റിക് അല്ലെങ്കിൽ ഹൈലി കോഹറൻ്റ് ആയിട്ടുള്ള എനർജി, ലേസർ, ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ലേസർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്? കാരണം ഇത് രണ്ടും 100% റിഫ്ലക്റ്റീവാണ്. ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ട് വരാനുള്ള ഒരു മെത്തേഡ് എന്താണ്? ഒരെണ്ണം 100% റിഫ്ലക്റ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ മിറർ 100% റിഫ്ലക്റ്റീവിന് പകരം സപ്പോസ് ഒരു 98 റിഫ്ലക്റ്റീവ് ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് റിഫ്ലക്ഷന് പകരം കുറച്ച് ട്രാൻസ്മിഷൻ നടക്കും. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ലെക്ചറിൽ നമുക്ക് പമ്പിങ് സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ലെവൽ ലേസർ പമ്പിങ് ഉണ്ട്, അതേപോലെ തന്നെ 3 ലെവൽ ലേസർ പമ്പിങ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം.